എന്റെ മധു ഒന്നും പറയണ്ട. ഈ മനുഷ്യനെ കൊണ്ട് എനിക്ക് പൊറുതി മുട്ടി. ഒരാഴ്ച ഈ കിളി പറന്ന മനുഷ്യന്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് വട്ടാകണം. അത് ഇപ്പോഴാണോ തോന്നിയത്? കല്യാണം കഴിച്ച എത്ര നാളായി? ഇതിലും ഭേദം വല്ല കഴുതേനെ കിട്ടിയാ മതിയായിരുന്നു. എനിക്ക് കിട്ടിയത് നിനക്ക് കിട്ടാത്തവന്റെ അസൂയല്ലടി. അപ്പൊ ഞാൻ കഴുതണെന്നാ? കിളി പോയെന്ന് പറഞ്ഞ വെറുതെ ബുദ്ധിയുണ്ട് ചേട്ടന്. എന്ത് ബുദ്ധി ഉണ്ടെന്ന് ഇപ്പൊ പറഞ്ഞിട്ടില്ലേ? പൊക്ക അവിടുന്ന് മധു കളിയാക്കാതെ. ഈ കഴിഞ്ഞ ദിവസം കാണിച്ചു കൂട്ടി എന്തൊക്കെയാന്നറിയാമോ? എന്തുപറ്റി? ഒരു വലിയ വടം പോലത്തെ കയറെടുത്തോണ്ട് ഇവിടെ മുഴുവനും നടന്നു. അപ്പൊ ഞാനോടത്ത് ഇയാൾ കെട്ടി തൂങ്ങാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഓടി പുറകെ ചെന്ന്. അപ്പൊ ആ പുളിമരത്തെ കെട്ടിയിട്ട് ഊഞ്ഞാലാടണം. അത് കഴിഞ്ഞിട്ട് കിണറ്റിന്റെ അകത്തോട്ട് കമന്നൂത്തി കിടക്കണം. ഞാൻ ഓർത്ത് ഇയാള് ചാടുമെന്ന് പറഞ്ഞോണ്ട് പിന്നെ ഓടിച്ചെന്ന്. അപ്പൊ എന്നോട് പറയാം, എടി മേളിൽ കാണുന്ന ചന്ദ്രൻ ദേ നമ്മുടെ കിണറ്റി കിടക്കണം. അത്രയ്ക്കും കിളി പറഞ്ഞിരിക്കണേ. കൂടിപ്പോയല്ലേ അപ്പൊ? പിന്നെ കൂടാണ്ട് മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത വേദനയ്ക്കൂടാ. ഇങ്ങനത്തെ വെളിവില്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും കേട്ടാ ഈ കണ്ടീഷൻ ആണെങ്കിൽ. ഞാൻ തന്ന ഡോക്ടറിന്റെ നമ്പർ തന്നില്ലേ? വിളിച്ചില്ലായിരുന്നാ? ഞാൻ വിളിച്ചതാണ്. അപ്പൊ ഡോക്ടർ ഇന്നലെ അപ്പോയിന്റ്മെന്റ് തന്ന്. എന്നിട്ട് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണ്ട, സന്ധ്യക്ക് ഇങ്ങോട്ട് വരാം. ഡോക്ടർ ഇങ്ങോട്ട് വരും, വീട്ടിൽ വരും. ഞാൻ പറഞ്ഞു എന്റെ മധു വേണ്ടെന്ന്. എന്താണ്? എന്ത് കാര്യത്തിനാണ്? ഇനി ആ ഡോക്ടർ സന്ധ്യ നേരത്തെ ഇവിടെ വന്നിട്ട് വേണം ഈ മനുഷ്യനെ അങ്ങേരം കൂട്ടി എന്നെ പറഞ്ഞു സംശയിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു തോന്നലൊന്ന് ടൗൺ വരെ പോകണമെന്ന്. ഞാൻ ടൗണിൽ ചെന്നപ്പോൾ എനിക്കൊരു തോന്നല് ഞാൻ വീട്ടിൽ ഉണ്ടാന്ന്. ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്. ഇവള് പറഞ്ഞു ഞാൻ വീട്ടിലില്ലെന്ന്. എനിക്ക് ചില സമയത്ത് ബോറടിക്കും, ചില സമയത്ത് എനിക്ക് പ്രാന്താവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ ആരും ഇല്ലല്ലോ, വീടൊക്കെ പൂട്ടും, പുറത്തുനിന്ന് കോളിമ്പെല്ലാം അമർത്തി ഞാൻ വീടിനകത്ത് ചെന്നിട്ട് മുട്ടും. എന്നിട്ട് ഞാൻ എന്നെ തന്നെ സ്വീകരിക്കും. ഞാൻ കമ്മിരുന്ന് വർത്താൻ കൂടുതലാണ്. എന്ത് ചെയ്യും ഡോക്ടർ വരട്ടെ. ഞാനിവിളൊന്നും കൊണ്ടേ കാണിക്കണോന്ന് കരുതിയിരിക്കുന്നു. കൊണ്ടുപോകണം. കാര്യം കയ്യിൽ നിന്ന് പോയാലും പിന്നെ പിടിച്ചാ കിട്ടൂല.